ആലി മാറി നിൽക്കണം റാസ്കൽ. കൊലപ്പുള്ളിയുടെ അടുത്ത് അവന്റെ ശൃംഗാരം. കുഞ്ഞുനാള് മുതലുള്ള കൂട്ട ഒന്നടുത്ത് കണ്ടോട്ടെ. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കരുത്. ബാല്യകാല സ്നേഹം എന്ന് പറയുന്ന ഇതാ. പിന്നെ ഒരു കാര്യം, മനുഷ്യത്വത്തിന്റെ പേരിൽ, എന്റെ മനസാക്ഷിയുടെ പേരിൽ 5 മിനിറ്റ് സമയം തന്നിരിക്കുന്നു. വേഗം പൊക്കോളണം. അലി, നിനക്കൊന്നും വരില്ല. നിന്നെ വെറുതെ വിടും. ഉണ്ടക്കാട്ട ഭഗവതിക്ക് നിന്റെ പേരിൽ ഞാനൊരു പുഷ്പാഞ്ജലി നടന്നിട്ടുണ്ട്. നിനക്കും ആസിക്കും വേണ്ടി വാങ്ങിച്ചതാ. സ്റ്റേറ്റ് വേഴ്സസ് ശ്യാമപ്രസാദ്, അലഹബാദ് ഹൈക്കോർട്ട്, 1958. ഈ കേസ് കോട്ട് ചെയ്തിരുന്നാണ് എന്റെ അഭിപ്രായം. എന്തുകൊണ്ട്? അതിൽ 1-2 പ്രോസിക്യൂഷൻ സാക്ഷികൾ പ്രതിക്ക് അനുകൂലമായി മാറിയതുകൊണ്ടാണ് പ്രതിയെ വെറുതെ വിട്ടത്. നമുക്കിതുവരെ ആലിക്ക് അനുകൂലമായി ഒരാളെ കൊണ്ടെങ്കിലും മൊഴി കൊടുപ്പിക്കാൻ ഒത്തിട്ടില്ല. ഇതുവരെ ഇല്ല, ഞാൻ സമ്മതിച്ചു. പക്ഷേ സാക്ഷി വിസ്താരം കഴിഞ്ഞിട്ടില്ല. നമുക്കിനി അവസരങ്ങളുണ്ട്. സാറ് പുതിയ സാക്ഷിയെ കണ്ടെത്തിയ പോലെ ഉണ്ടല്ലോ. ആരാണത്? കാത്തിരുന്ന് കാണൂ. സമയം എന്തായിരുന്ന വിചാരം? മൈ ഗോഡ്, മണി 1 കഴിഞ്ഞു. നിയമത്തിന്റെ കാവൽ നായ്ക്കൾക്ക് ഉറങ്ങാൻ എവിടെയാ സമയം? മാമാക്ക് വിരോധം ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാമായിരുന്നു. ഇത്ര കടുത്ത പ്രയോഗം വേണമായിരുന്നു. സാവിത്രിയല്ലേ? മനസ്സിലായില്ല. എന്റെ പേര് സുഹറ. നിങ്ങൾക്കൊക്കെ വേറെ പണിയില്ലേ? വലിയ വീട്ടിലെ കൊച്ചമ്മമാരുടെ സമുദായ സേവനം. ആദ്യം നിങ്ങൾ നന്നാവും, എന്നിട്ട് ഞങ്ങളെ നന്നാക്കാം. ഞാൻ അതിനൊന്നും വന്നല്ല. ആലി പറഞ്ഞിട്ടാണ് എനിക്ക് സാവിത്രി പരിചയം. ആലി ചെയ്യില്ലല്ലേ? പാവം. സാവിത്രി വിചാരിച്ചാൽ ആലി രക്ഷിക്കാം. ഞാൻ ആലിയുടെ വക്കീലാണ്. ഞാൻ വിചാരിച്ചത് നാട് നന്നാക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഏതോ അലവലാതി പെണ്ണുമ്പിള്ളയാണെന്നല്ലേ. സാറ് ഇരുന്നാട്ടെ. ആലി പറഞ്ഞ് എല്ലാം എനിക്കറിയാം. നടന്നതുപോലെ കോടതിയിൽ സാവിത്രി സാക്ഷി പറയണം. ഞാൻ പറയാം. ഉള്ളതുപോലെ പറയാൻ ഞാൻ ആരെ പേടിക്കണം? പിന്നെ മരിച്ച ആ മനുഷ്യനില്ലേ, അവനാണ് എന്നെ ഈ നിലയിലാക്കിയത്. എത്ര പെണ്ണുങ്ങളെ തെരുവിലിറക്കി. ദുഷ്ടൻ. അവൻ അത് തന്നെ വേണം. കോടതിയിൽ എല്ലാം പറയേണ്ടി വരും. സാവിത്രി ഗർഭിണിയായത് അതിന് തയ്യാറാണോ? എനിക്ക് നാണക്കേടാവൂന്ന് പറഞ്ഞുകൊണ്ട് വരികയാണല്ലേ. മുഴുക്ക മുങ്ങിയാൽ എന്തോന്ന് കുളിര്. ഞാൻ എല്ലാം പറയാം. വളരെ നന്ദി. ആലിക്ക് അനുകൂലമായി നല്ലൊരു സാക്ഷിയില്ലാതെ വിഷമിക്കായിരുന്നു ഞാൻ. എന്നാ വരേണ്ടത്? കോടതിയിൽ നിന്ന് കടലാസ് വരും. എന്നാ ഞാൻ ഇറങ്ങട്ടെ? സാറ് പേടിക്കണ്ട, പൊയ്ക്കോ. ഞാൻ ഏറ്റു. സാവിത്രി വിവാഹിതയാണോ? അല്ല. പഠിച്ചിട്ടുണ്ടോ? 8 വരെ പഠിച്ചു, നിർത്തി. അതെന്താ?
അമ്മ ജോലി ചെയ്താണ് എന്നെ പഠിപ്പിച്ചിരുന്നത്. എനിക്കാകെ ഉണ്ടായിരുന്ന അവർ മരിച്ചപ്പോ. അങ്ങനെയാണോ സാവിത്രി നൂറുദ്ദീന്റെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നത്? അതെ. അവിടെ എത്ര കാലം ഉണ്ടായിരുന്നു? 1.5 കൊല്ലം. അവിടുന്ന് പോരേണ്ടി വന്നത് സാവിത്രി ഗർഭിണിയായതുകൊണ്ടല്ലേ? അല്ല. സാവിത്രിയുടെ ഗർഭത്തിന് ഉത്തരവാദി മരിച്ചുപോയ നൂറുദ്ദീൻ ആയിരുന്നു എന്ന് പറഞ്ഞാൽ സാവിത്രിക്ക് അത് നിഷേധിക്കാൻ പറ്റുമോ? ദൈവസാക്ഷിയായി സത്യം മാത്രമേ പറയൂ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടാണ് ഈ സാക്ഷിക്കൂട്ടിൽ നിൽക്കുന്ന കാര്യം മറക്കരുത്. ഒബ്ജക്ഷൻ യുവർ ഓണർ. പ്രതിഭാഗം വക്കീൽ എതിർവിസ്താരം നടത്തുകയല്ല, സാക്ഷിയെ ഭയപ്പെടുത്തി തനിക്ക് അനുകൂലമായ വിവരണങ്ങൾ പറയിക്കാൻ ശ്രമിക്കുകയാണ്. ഒബ്ജക്ഷൻ ഓവർ. പ്രതിഭാഗം വക്കീൽ സത്യം പറയാനേ സാക്ഷിയെ നിർബന്ധിച്ചിട്ടുള്ളൂ. യു മേ പ്രൊസീഡ്. താങ്ക് യു യുവർ ഓണർ. സാവിത്രി എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞില്ല. ഞാൻ ഗർഭിണിയായിട്ടില്ലെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. സാവിത്രി ഇപ്പോഴെവിടെയെങ്കിലും വേലയ്ക്ക് നിൽക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ ജീവിക്കാൻ എന്ത് ചെയ്യുന്നു? എന്റെ ചേട്ടന്റെ കൂടെയാണ് ഞാൻ. ചേട്ടനാണ് ചെലവിന് തരുന്നത്. സാവിത്രി ആരെ പേടിച്ചാണ് സത്യത്തെ മറയ്ക്കുന്നത്? സാവിത്രി ഇന്നത്തെ നിലയിലാക്കിയത് ആരാണെന്ന് സാവിത്രിക്ക് അറിയാം. ധൈര്യമായിട്ട് മറുപടി പറയൂ. നൂറുദ്ദീനാൽ ഗർഭിണിയാക്കപ്പെട്ട സാവിത്രിയെ ഒരു തെരുവ് വേശ്യയാക്കി മാറ്റിയത് നൂറുദ്ദീനും അയാളുടെ ഉമ്മയും ചേർന്നല്ലേ? പറയൂ സാവിത്രി, പറയൂ. ഒബ്ജക്ഷൻ യുവർ ഓണർ. സാക്ഷി പറയാൻ വന്ന ഒരു യുവതിയെ പരസ്യമായി തെരുവേശി എന്ന് വിളിച്ച് പ്രതിഭാഗം വക്കീൽ അപമാനിക്കുകയാണ്. തെളിവില്ലാത്ത ഇത്തരം ആരോപണങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ തടയേണ്ടതാണ്. വേണ്ട തെളിവോടെ തന്നെയാണ് ഞാൻ ആരോപണം ഉന്നയിച്ചത്. ഈ നിൽക്കുന്ന സാക്ഷിയെ വ്യഭിചാര കുറ്റത്തിന് മജിസ്ട്രേറ്റ് കോടതിയിൽ ശിക്ഷിച്ച വിധിയുടെ പകർപ്പാണിത്. ഒബ്ജക്ഷൻ ഓവർ. പ്രതിഭാഗത്തു നിന്നും ചോദിച്ച ചോദ്യത്തിന് സാക്ഷി ഉത്തരം പറയണം. സാവിത്രിയുടെ ഇന്നത്തെ നിലയ്ക്ക് കാരണം കൊല്ലപ്പെട്ട നൂറുദ്ദീനല്ലേ? അല്ല, നൂറുദ്ദീൻ നല്ലവനായിരുന്നു. ഞാനിവിടെ വേലയ്ക്ക് നിന്ന കാലത്ത് എന്നോട് മര്യാദയ്ക്ക് പെരുമാറിയിട്ടുള്ളൂ. ഇത് കൂടുതൽ എനിക്കൊന്നും അറിയില്ല. That's all, Your Honor. Any further question to the witness? നോ ഫർദർ ക്വസ്റ്റ്യൻസ് യുവർ ഓണർ. സാക്ഷി വിസ്താരം പൂർത്തിയായെങ്കിൽ പ്രോസിക്യൂഷൻ വാദം തുടങ്ങാം. Excuse me, Your Honor. യെസ്. പ്രോസിക്യൂഷൻ ഭാഗത്തുനിന്നും ഒരു വലിയ തെറ്റ് നടന്നിട്ടുണ്ട്. ഈ കേസിലെ ഏറ്റവും പ്രധാന സാക്ഷിയായി വിസ്തരിക്കേണ്ട പ്രതിയുടെ ഭാര്യയായ ആസിയെ വിസ്തരിക്കാതെ ഈ കേസിന്റെ അനന്തര നടപടികളിലേക്ക് പ്രവേശിക്കരുതെന്നാണ് എന്റെ വിനീതമായ അപേക്ഷ. ഈ പറഞ്ഞ സാക്ഷിയെ വിസ്തരിക്കുന്നതിൽ പ്രോസിക്യൂഷൻ എതിർപ്പുണ്ടോ? പ്രോസിക്യൂഷൻ എതിർപ്പുണ്ടെങ്കിലും നീതിയുടെയും ന്യായത്തിന്റെയും പേരിൽ ആസിയെ വിസ്തരിക്കുക തന്നെ വേണം. ക്രിമിനൽ നടപടി നിയമം 311 വകുപ്പ് പ്രകാരമുള്ള ഒരു അപേക്ഷയാണിത്. ചില പ്രത്യേക പരിസ്ഥിതികളിൽ കോടതിയിൽ ഹാജരാകാതിരിക്കുന്ന ആസിയുടെ പേർക്ക് സമൻസോ അറസ്റ്റ് വാറന്റോ പുറപ്പെടുവിച്ച് അവരെ വിസ്തരിക്കേണ്ടത് നീതി നിർവഹണത്തിന് അത്യാവശ്യമാണ്. അതിനുവേണ്ട ഉത്തരവ് പുറപ്പെടുവിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ആസി സാക്ഷി പറയാമെന്നാണോ? അവരെ രക്ഷിക്കാൻ നമ്മുടെ ജീവനും കൂടെ തരാം. ഇങ്ങോട്ട് വരാൻ മൂത്താപ്പ സമ്മതിച്ചോ? കാണാണ്ട് വന്നു. ബഹുമാനപ്പെട്ട കോടതിയോട് ഒരു അപേക്ഷയുണ്ട്.
ആസി ഇപ്പോൾ കോടതിയിൽ ഹാജരുണ്ട്. പ്രത്യേക പരിഗണന വെച്ച് അവളെ വിസ്തരിക്കാൻ ഉത്തരവുണ്ടാകണം. കോടതി നടപടികൾക്കെതിരാണിത്. സമൻസ് ഇല്ലാതെ സാക്ഷി വിസ്തരിക്കാൻ പാടില്ല. Laws are made not for denying justice, but for giving justice. നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് നീതി നൽകാനാണ്, നീതി നിഷേധിക്കാനല്ല. നീതി നിർവഹണത്തിന് ഈ കോടതിയെ സഹായിക്കാൻ മൈലുകൾ താണ്ടി വന്നിരിക്കുന്ന ആ നിൽക്കുന്ന പെൺകുട്ടിക്ക് അതിനുള്ള അവസരം നിഷേധിക്കരുതെന്ന് ഞാൻ താഴ്മയെ അപേക്ഷിക്കുന്നു. കൊലപാതക കുറ്റം ചാർത്തി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ആലിയുടെ ഭാര്യയാണവൾ. For the special circumstances, you can proceed with the witness examination. താങ്ക് യു, യുവർ ഓണർ. ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഖുർആൻ സാക്ഷിയായി ഖുറാൻ സാക്ഷിയായി സത്യം മാത്രമേ പറയൂ. സത്യം മാത്രമേ പറയൂ. സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല. സത്യമല്ലാതെ മറ്റൊന്നും പറയില്ല. എന്താ പേര്? ആസി. നൂർദീൻ മരിച്ചെന്ന് എന്ത് സംഭവിച്ചുവെന്ന് ആസിക്ക് ഓർമ്മയുണ്ടോ? മരിച്ചാലും മറക്കാൻ കഴിയില്ല. അന്ന് നടന്നതൊന്നും വിടാതെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ പറയാമോ? പറയാം. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. സന്ധ്യയായപ്പോ ആമനത്താത്ത നമ്മളെ വിളിച്ചു. വിളിയും കേട്ട് ചെന്നപ്പോ അവര് സാമ്പ്രാണി തട്ടത്തില് കനലിട്ട് പുകയ്ക്കുകയായിരുന്നു. ഈ തട്ടുമോളി ചെന്ന് ആ മുറിയിലൊക്കെ സാമ്പ്രാണി പോയിച്ചു വാ. മുസലാരൊന്നും മൊയിലോ തൂതാൻ വരണതല്ലേ. ആ കിടക്കൽ കിടക്കുന്ന വളപ്പൊട്ടുകൾക്ക് എടുത്ത് കളയടാ.
ഏറെ പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ട്. പക്ഷെ ആശയെ പോലെ ഒരുത്തിയെ ഒരു വിധത്തിൽ നീയും ഭാഗ്യവാനാണ് അലി. അല്പം ചവിട്ടും കുത്തുള്ള ഇനമാണ്. അത് സാരമില്ല, നമുക്ക് ശരിയാക്കാം. ആസി മിടിക്കുകയാണ്. അവളെ ഇങ്ങനൊന്നും നോക്കിയാ പോരാ. ഇതാ എന്താണെന്ന് വെച്ചാ വാങ്ങിക്കൂടെ. എന്റെ ആശിനെ
ഈ നിൽക്കുന്ന സാക്ഷി പഠിച്ചവളല്ല. നഗരത്തിന്റെ കപടതകൾ അറിയാത്ത പാവപ്പെട്ട ഒരു നാട്ടിൻപുറത്തുകാരി. പഠിച്ചു പറഞ്ഞ സാക്ഷിമൊഴിയല്ല നാം ഇപ്പൊ കേട്ടത്. അവളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയർന്ന ഒരുപിടി തേങ്ങലുകൾ. ആലിക്കും ആശയ്ക്കും സംഭവിച്ച ദുരന്തം ഒരൊറ്റപ്പെട്ട സംഭവമല്ല. ഇന്നും പണക്കാരുടെ വീടുകളിൽ ഉയർത്തിക്കെട്ടിയ കോട്ട പോലെ നിൽക്കുന്ന മതിൽക്കെട്ടിനകത്ത് എരിഞ്ഞില്ലാതെയാകുന്ന അനേകം ആലിമാരെയും ആശികളെയും അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താനാവും. അടിമകളെ പോലെ വേലയെടുത്ത് കഴിയുന്ന അവരുടെ ചാരിത്രം, ജീവിതമൊക്കെ മുതലാളിമാരുടെ മുഷ്ടിക്കുള്ളിൽ ഞെരിഞ്ഞൊടുങ്ങാറുണ്ട്. പുറം ലോകം അതറിയുന്നില്ലെന്ന് മാത്രം. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ആലി ഇന്നും ആസിയെ സ്നേഹിക്കുന്നു. അവളെ സ്വീകരിക്കുവാൻ അവൻ ഇന്നും ഒരുക്കമാണ്. കാമവറി പൂണ്ട ഒരു മനുഷ്യമൃഗത്തിന്റെ ആക്രമണത്തിനിരയായി എന്നതിൽ കവിഞ്ഞ് ആസിയിൽ അവൻ ഒരു കുറ്റവും കാണുന്നില്ല. ശരീരം കളങ്കപ്പെട്ടെങ്കിലും മനസ്സ് പരിശുദ്ധമാണ്. അത് അവന്റേത് മാത്രമാണെന്ന് അവൻ ഇന്നും വിശ്വസിക്കുന്നു. അഭ്യസ്തവിദ്യരും സംസ്കാരത്തിന്റെ കുത്തകക്കാരുമെന്ന് അഭിമാനിക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഹൃദയവിശാലത ഉണ്ടാകും? ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊന്നേ അഭ്യർത്ഥിക്കാനുള്ളൂ. വിവാഹം കൊണ്ടൊന്നായെങ്കിലും പരസ്പരം ഒന്ന് സ്പർശിക്കാൻ പോലും അവസരം കിട്ടാതെ ഒരു കാമാർത്തന്റെ ചാവല്യത്താൽ തകർന്നുപോയ ഈ ചെറുപ്പക്കാരെ ജീവിക്കാൻ അനുവദിക്കൂ. ചെയ്യാത്ത തെറ്റിന് കെട്ടിച്ചമച്ച തെളിവുകളുടെ വെളിച്ചത്തിൽ ഒന്നാകാൻ കൊതിക്കുന്ന രണ്ട് ഹൃദയങ്ങളെ വീണ്ടും അകറ്റുക എന്ന താഴ്മയ അപേക്ഷയോടെ അത് നടക്കൂല. ഈ ദുനിയാവിൽ വെച്ച് ഞങ്ങൾ ഒന്നാവൂല. ആ ഇബ്ലീസിന്റെ വിത്ത് എന്റെ വയറ്റിലുണ്ട്. വാ. ഞാൻ വരുന്നത് വരെ ആശ ഇവിടെ തന്നെ ഇരിക്കണം. സമർത്ഥയായ സംവിധായകയുടെ മേൽനോട്ടത്തിൽ ഇവിടെ അരങ്ങേറിയ ഈ നാടകത്തിന് എന്റെ അഭിനന്ദനങ്ങൾ. പക്ഷേ കോടതി കീഴ്വഴക്കങ്ങളുടെ മേലുള്ള നഗ്നമായ ഒരു ആക്രമണമായിട്ട് എനിക്ക് പ്രഹസനത്തെ കാണാൻ കഴിയുന്നുള്ളൂ. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ ഒരു ഭാര്യ കെട്ടിച്ചമച്ച അതിമനോഹരമായ ഒരു ഭാവനാ സൃഷ്ടി എന്നതിൽ കവിഞ്ഞ് ഒരു വിലയും ആസിയുടെ മൊഴിക്ക് നൽകരുത്. ഇത് ആസൂത്രണം ചെയ്ത പ്രതിഭാഗം വക്കീലിന്റെ ബുദ്ധിപൂർമ്മതയ്ക്ക് എന്റെ നമോവാകം. പക്ഷെ നിയമത്തിന്റെ കണ്ണിൽ ഈ പ്രഹസനങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലെന്ന് ഖേദപൂർവ്വം ഞാൻ അറിയിച്ചുകൊള്ളട്ടെ. ഇന്ത്യൻ എവിഡൻസ് ആക്ട് അനുസരിച്ച് ഒരു കേസിന്റെ ഗതിയിൽ വ്യക്തിപരമായ താല്പര്യമുള്ള ഒരാളുടെ സാക്ഷിമൊഴിക്ക് നിയമദൃഷ്ട്യാ തീരെ വിലയില്ല. അത്തരം ഒരു സാക്ഷിമൊഴിക്ക് നിയമത്തിന്റെ മുമ്പിൽ സാധുത കിട്ടണമെങ്കിൽ മറ്റൊരു സാക്ഷിയുടെ കൊറോബറേഷനോ അല്ലെങ്കിൽ നിഷേധിക്കാനാവാത്ത മറ്റ് സാഹചര്യ തെളിവുകളോ വേണം. എവിഡൻസ് ആക്ടിന്റെ കാവലായ സത്തയാണത്. ഇത് രണ്ടും നൽകുന്നതിൽ പ്രതിഭാഗം ദയനീയമായി പരാജയപ്പെട്ടിരിക്കുന്നു. ഈ കേസിൽ മൊഴി നൽകിയ മറ്റ് സാക്ഷികളെല്ലാം തന്നെ കൊല്ലപ്പെട്ട നൂറുദ്ദീൻ നല്ലവനായിരുന്നു എന്ന് സംശയലേശമന്യെ പറഞ്ഞിട്ടുണ്ട്. ഒരു തെരുവ് വേശ്യയെന്ന് പ്രതിഭാഗം തെളിയിച്ച സാവിത്രിയുടെ മൊഴി മാത്രം മതി നൂറുദ്ദീന്റെ സ്വഭാവ ഗുണത്തെ മാറ്റുരച്ച് കാണാൻ. നല്ലവനും തെളിയിക്കപ്പെട്ട ഒരു യുവാവിനെ നിഷ്കരണം കൊല ചെയ്ത പ്രതിയുടെ കുറ്റം ഒരു കാരണവശാലും ക്ഷമിക്കത്തക്കതല്ല. അതും കൊലയുടെ പിന്നിലുള്ള പ്രേരണ കേവലം കുറച്ച് പണം മാത്രമായിരുന്നു എന്ന് വരുമ്പോ
ആ കുറ്റത്തിന്റെ രാക്ഷസീയത 10 മടങ്ങ് വർദ്ധിക്കുന്നു. അതുകൊണ്ട് പ്രതിക്ക് കൊലക്കുറ്റത്തിന് നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷയായ മരണശിക്ഷ തന്നെ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. അധർമ്മം ജയിക്കുകയും ധർമ്മം തോൽക്കുകയും ചെയ്യുന്നത് കണ്ട് മൂകസാക്ഷിയായി നിൽക്കാതെ അതിനെതിരെ സാക്ഷി പറയാൻ ബഹുമാനപ്പെട്ട കോടതി എന്നെ അനുവദിക്കണം. ഇന്നോളം ഒരു പൊയ്മുഖം അണിഞ്ഞാണ് ഞാൻ ഈ സമുദായത്തിൽ കഴിഞ്ഞത്. എന്റെ അന്തസ്, അഭിമാനം, കുടുംബ ഗൗരവം എല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഞാൻ ഈ സാക്ഷി പറയാൻ തയ്യാറാകുന്നത്. 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന നിയമത്തിന്റെ അടിസ്ഥാന തത്വത്തെ നിലനിർത്താനാണ്. നിഷ്കളങ്കനും നിർദോഷിയുമെന്ന് എനിക്കുറപ്പുള്ള ഒരു പാവപ്പെട്ടവനെ രക്ഷിക്കാനാണ്. ലോ കോളേജിൽ പഠിച്ചിരുന്ന ഞാൻ മുസ്ലിം സമുദായത്തിൽ സ്ത്രീകളോട് കാട്ടുന്ന അനീതിക്കും ചൂഷണങ്ങൾക്കുമെതിരെ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതാറുണ്ടായിരുന്നു. മോളെ, ഇത് മിസ്റ്റർ നൂറുദ്ദീൻ. ഹലോ. ഇവരല്ല എന്റെ സുഹൃത്തുക്കളാണ്, നമ്മുടെ സമുദായ നേതാക്കന്മാർ. ഏതോ പരാതിയുമായി സുഹറയെ കാണാൻ വന്നതാണ് ഇവർ. സുഹറ പത്രത്തിൽ എഴുതിയ ലേഖനങ്ങളെ കുറിച്ചാണ് ഇവരുടെ പരാതി. അറബി കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന അസന്മാർഗികതയെ കുറിച്ച് എഴുതിയ ലേഖനമായിരിക്കും പരാതിക്ക് കാരണം. അതെ, അത് നമ്മുടെ സമുദായത്തെ അപമാനപ്പെടുത്തുന്ന തരത്തിലായി എന്നാണ് ഇവരുടെ പക്ഷം. സത്യവിരുദ്ധമായി ആ ലേഖനത്തിൽ എന്തെങ്കിലും ഉണ്ടോ? സത്യത്തെ കൊണ്ടുപോയി തോട്ടിലിട്. മറ്റേ അധികാരി നമ്മൾ നോക്കി ചിരിക്കണമായി ഈ എഴുതാൻ പാടുണ്ടോ? അറബി കല്യാണം കൊണ്ട് ഏറെക്കുറെ വേശികളെ പോലെ ജീവിക്കുന്ന നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികളെ കുറിച്ച് നിങ്ങൾക്കൊരു മനസാക്ഷിക്കുത്തുമില്ല. മറ്റു ജാതിക്കാർ ചിരിക്കുന്നത് നമ്മൾ ആവശ്യത്തിൽ നടക്കുന്നുകൊണ്ടല്ലേ? വഹാബിക്ക എന്റെ സുഹൃത്താണ്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. നമ്മുടെ ജാതിയിലെ പെൺകുട്ടികൾ ഇങ്ങനെ ധിക്കാരമായി സംസാരിക്കരുത്. പുരുഷന്റെ എല്ലാ അനീതികളും സഹിക്കേണ്ടവളാണല്ലോ സ്ത്രീ, അല്ലേ? നിക്കാഹ് കഴിക്കാം, മൊഴി ചൊല്ലാം, ബന്ധുക്കൾക്ക് ഗൾഫിൽ പോകാൻ വിസയ്ക്കായി അറബിക്കിഴന്മാർക്ക് വിൽക്കാം. നമ്മുടെ ദീനിനെതിരായിട്ടാണ് നീ സംസാരിക്കുന്നത്. വെറുതെ എന്തിനും മതത്തെ പിടിച്ചു വലിക്കുന്നു? ഉത്തരം മുട്ടുമ്പോ മതം. നബി തിരുമനസ് മനുഷ്യ നന്മയ്ക്കായി സ്ഥാപിച്ച മതം എവിടെ? മതത്തിന്റെ പേരിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകൾ എവിടെ? സോന, കുറെ പഠിച്ചു എന്ന് കരുതി എന്തുമാകാമെന്ന് വിചാരിക്കരുത്. പറയുന്നതനുസരിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരെയാണ് പേടിപ്പിക്കുന്നത്? മതത്തിന്റെ പേരിൽ ജിഹാദിനിറങ്ങിയിരിക്കുന്ന മഹാന്മാര്, ശരിയായ ഇസ്ലാം മത നിയമങ്ങൾ അനുസരിക്കുന്ന ആരുണ്ട് നിങ്ങളിൽ? പലിശ വാങ്ങരുത് എന്ന നബിവചനത്തിന് പ്രായച്ചിത്തമായി അമിത പലിശ വാങ്ങുന്ന ബ്ലേഡ് കമ്പനി നടത്തുന്നവര്, തന്റെ വരുമാനത്തിന്റെ നല്ലൊരംശം സക്കാത്ത് കൊടുക്കേണ്ടതിന് പകരം തൊഴിലാളികളെ പിഴിഞ്ഞെടുക്കുന്ന കമ്പനി ഉടമകൾ, മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത് എന്ന നബിവചനത്തിനെതിരായി മാത്രം ജീവിക്കുന്ന പകൽ മാന്യന്മാർ. നിന്റെ ധിക്കാരം കൂടെ കൂടിപ്പോകും. ഇത് എന്റെ വീടായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. കുറെ കൂടി മര്യാദയായി സംസാരിക്കണം. ഇനി സംസാരിക്കാൻ നല്ല ഉദ്ദേശം. വേണ്ടി വന്നാൽ മതവിലക്ക് വരെ നേരിടാൻ ഇവർ തയ്യാറാവട്ടെ. പേടിപ്പിക്കാണോ? 5 നേരം മുടങ്ങാതെ നിസ്കരിച്ച് മനസ്സറിഞ്ഞൊരു തെറ്റും ചെയ്യാത്ത എനിക്ക് മതവിലക്ക്. അത് ചെയ്യുന്നതോ മദ്യഗന്ധത്തോടെ ഖുർആൻ ഉദ്ധരിക്കുന്ന ഈ മാന്യൻ. ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല. വാ, നമുക്ക് പോ. സുഹ്റ, നിന്റെ കുട്ടികളി കാര്യമാവുന്നു. മാമ പേടിക്കാതിരിക്കൂ. ഇവനൊക്കെ ഭീഷണിപ്പെടുത്താനേ അറിയാവൂ. ഒരു സമുദായ സ്നേഹി വന്നിരിക്കുന്നു. ഞാൻ ക്ഷമ ചോദിക്കാൻ വന്നതാണ്. സുഹ്റ ഭയപ്പെടണ്ട. അന്നത്തെ കോപം പോയില്ലെന്ന് തോന്നുന്നു. കൂടെ ഉണ്ടായിരുന്ന കിളവന്മാർ കേൾക്കാനല്ലേ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. സുഹറയെപ്പോലുള്ള പുരോഗമനവാദികളെ എനിക്കിഷ്ടമാണ്. അവസരവാദികളെ എനിക്ക് വെറുപ്പാണ്. ഉരുളയ്ക്കുപ്പേരി. സുഹറ നല്ലൊരു വക്കീലാവും. അന്ന് നടന്നൊക്കെ മറന്ന് നമുക്ക് നല്ല സുഹൃത്തുക്കളായിക്കൂടെ? നേരം വീഴുന്നു, എനിക്ക് പോണം. പ്ലീസ് സുഹറ, നമുക്കിടയിൽ കടന്നുകൂടിയ തെറ്റിദ്ധാരണ മാറ്റിയില്ലെങ്കിൽ എനിക്ക് സമാധാനം കിട്ടില്ല. അതൊക്കെ മറന്നു എന്നൊരു വാക്ക് പറയൂ. ഞാൻ എപ്പോഴേ മറന്നു കഴിഞ്ഞു. എങ്കിൽ നമുക്കതൊന്ന് ആഘോഷിക്കണം. ഒരു കപ്പ് ചായയെങ്കിലും കുടിച്ചിട്ട് സുഹറ പോകാവൂ. എടോ, ഇതൊക്കെ വല്ല 10ാം ക്ലാസ്സിലും പഠിക്കുന്ന ആർത്തവമാകാത്ത പെൺകുട്ടികളുടെ അടുത്ത് ഇറക്കാവുന്ന വേലകളാണ്. ആദ്യം ചായ കുടിക്കാൻ ക്ഷണിക്കും. ഹോട്ടലിൽ ചെല്ലുമ്പോ പൊതുസ്ഥലത്തിരുന്നാ വല്ലവരും കാണും. കുട്ടിക്കത് ആപത്താണെന്നും പറഞ്ഞ് ക്യാബിനിലോ റൂമിലോ കൊണ്ടുപോകും. പിന്നെ
എന്നിട്ട് ഈ അലവലാദികളുടെ ഒക്കെ ഭാവം കണ്ട വലിയ റോമിയോ പോലെയല്ലേ? പറയുന്നത് കേട്ടാൽ നിനക്ക് നല്ല പരിചയമുണ്ടെന്ന് തോന്നുന്നു. ഇതിനൊക്കെ പരിചയം വേണമെന്നില്ല, ലോകപരിചയം മതി. പ്രത്യേകിച്ചും നിന്നെപ്പോലുള്ള വായു നോക്കികളെ കണ്ടുപിടിക്കാൻ. പോടാ, അവന്റെ ഒരു പേടിപ്പെടുത്തല്. അതിന് വീട്ടിലാരെങ്കിലും ഉണ്ടോ നോക്ക്. അമ്മ പെങ്ങന്മാരെ തിരിച്ചറിയാത്ത വാക്ക. പൊതുസ്ഥലമായതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. അന്നൊരു ദിവസം വീട്ടിൽ ഞാൻ തനിച്ചേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ മാമയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വന്നത്. എന്റെ ദുരന്തം ഞാൻ ഈ കോടതിയിൽ പറഞ്ഞത് അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചുള്ള തികഞ്ഞ ബോധത്തോടെയാണ്. തല ഉയർത്തി നടക്കാനാവാത്ത വിധം എന്റെ കുടുംബാംഗങ്ങൾ അപമാനിതരാകും. സുഹൃത്തുക്കളും സഹപ്രവർത്തകരും പുച്ഛത്തോടെ ഇനി എന്നെ നോക്കൂ. പൈങ്കിളി വാരികകൾ ആഴ്ചകളോളം പൊടിപ്പും തൊങ്ങലും വെച്ച് സചിത്ര കഥകൾ ഇറക്കും. ഇത്രയൊക്കെ ഞാൻ സഹിക്കാൻ തയ്യാറായതിന് കാരണമുണ്ട്. നൂറുദിനെ പോലൊരുത്തന്റെ അപകടമരണം. പാവം, ആലിയുടെ കഴുത്തിലെ കൊലക്കയറാകരുത് എന്ന് വെച്ചിട്ടാണ്. ബഹുമാനപ്പെട്ട പ്രോസിക്യൂട്ടർ ആസിയുടെ മൊഴിക്ക് കൊറോബറേഷൻ ഇല്ല എന്ന് പറഞ്ഞു. ഈ കേസിനോട് സ്വാർത്ഥ താല്പര്യങ്ങളില്ലാത്ത എന്റെ മൊഴി ഒരു കൊറോബറേഷനെ സ്വീകരിച്ചുകൂടെ? സംഭവം നടന്ന സ്ഥലത്ത് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി പറയാൻ കഴിയുന്ന ഒരു സാക്ഷിയെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടില്ല. അതുകൊണ്ട് സംശയത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും പ്രതിക്ക് നൽകേണ്ടതാണ്. അതേ സംശയത്തിന്റെ വെളിച്ചത്തിൽ പ്രതിയെ കുറ്റക്കാരനല്ല എന്ന് കണ്ട് നിരുപാധികം വിട്ടയക്കണമെന്ന് കോടതി സമക്ഷം താഴ്മയെ ഞാൻ അപേക്ഷിക്കുന്നു. Are you cross-examining the witness? No, Your Honor. Court adjourned for audits. ഒരു പുഷ്പാഞ്ജലി. പേര് നക്ഷത്രം. നക്ഷത്രം അറിയില്ല, പേര് ആലി. ആലിയോ? ആ, ചെയ്താലി. എന്റെ ഒരു കൂട്ടുകാരനാ. എന്റെ ഭഗവതി, എന്റെ ആലിയെ രക്ഷിക്കണേ. മനുഷ്യ നന്മയുടെ മഹത്വത്തിന് ഒരു ഉദാഹരണമായാണ് ഞാൻ അഡ്വക്കേറ്റ് സുഹറയുടെ മൊഴിയെ കണക്കാക്കുന്നത്. ഈ കേസിന്റെ വിധി നിർണായകമായ ഒരു മാറ്റമായിരുന്നു ആ മൊഴി. സമുദായത്തിൽ നിലയും വിലയുമുള്ള അവരുടെ മൊഴിയെ അവിശ്വസിക്കേണ്ടതായി
യാതൊരു കാരണവുമില്ല. ഇതിന്റെ വെളിച്ചത്തിൽ ആശയുടെ മൊഴിയും സത്യമായിരുന്നു എന്ന നിഗമനത്തിൽ ഞാൻ എത്തിച്ചേരുന്നു. പ്രതി കൊല ചെയ്തു കണ്ട ദൃക്സാക്ഷികളില്ല. ഭാര്യയെ ബലാത്കാരം ചെയ്ത നൂർദീനുമായി ആലി ഏറ്റുമുട്ടി എന്ന് തെളിയിക്കാനേ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുള്ളൂ. അതിനിടയ്ക്ക് നടന്ന ഒരു അപകട മരണമായിരുന്നു ഇത് എന്ന പ്രതിഭാഗം വക്കീലിന്റെ വാദത്തിൽ കഴമ്പുണ്ട്. കാരണം ആലിയേക്കാൾ ശക്തനായിരുന്നു നൂർദീൻ. കൂടാതെ പ്രതി കുറ്റം ചെയ്തു എന്ന് സംശയലേശമന്യെ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുമില്ല. സംശയത്തിന്റെ ആനുകൂല്യം പ്രതിക്ക് നൽകിക്കൊണ്ട് പ്രതി കുറ്റക്കാരനല്ല എന്ന് തീരുമാനിച്ച് നിരുപാധികം മുട്ടയക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. ഇല്ല, നൂർദീനെ കൊന്നത് ഞമ്മളാണ്. എന്റെ വാസിനെ നശിപ്പിച്ചവനെ ഈ കൈ കൊണ്ടാണ് നമ്മൾ വന്നത്.